ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു മനോഹരമായ ലീലയാണ് പറയുന്നത്. പണ്ട് ശ്രീ ഗുരുവായൂർ ദേവസ്വം ഭരിച്ചിരുന്നത് കോന്തിമേനോൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃഷ്ണാനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് ഗുരുവായൂർ അദ്ദേഹം കോന്തിമേനോൻ അവർകളാണ് നമുക്ക് ഇന്ന് കാണുന്ന ശ്രീകോവിലിന് പുറത്തുള്ള വാതിൽ മാടം, മുഖമണ്ഡപം, തിടപ്പള്ളി ഇതെല്ലാം രൂപകൽപ്പന ചെയ്തതൊക്കെ അദ്ദേഹമാണ്. അന്നത്തെ കാലത്ത് ഈ കോന്തിമേനോൻ അവറുകൾ നല്ല ഒരു ഭക്തനും എല്ലാവരോടും സ്നേഹമുള്ള ഒരാളൊക്കെ തന്നെ ആണെങ്കിലും ഇച്ചിരി കണിശക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. അന്ന് ശ്രീകോവിലിന് വാതിൽക്കൽ തന്നെ നമുക്ക് അന്ന് ഈ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ഒക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെല്ലാം ഇന്ന് കൊച്ചു കുട്ടികൾക്ക് ചോറൂണിന് ശേഷം ആ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ഒക്കെ വാരിക്കാറുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ നല്ല കുസൃതിക്കുട്ടന്മാരായി വളരാൻ വേണ്ടിയാണ്, ഉണ്ണിക്കണ്ണനായിട്ട് വളരാൻ വേണ്ടിയാണ് എല്ലാവരും ആ മഞ്ചാടിക്കുരു വാരിക്കുന്നത്. മഞ്ചാടിക്കുരു വാരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ചില്ലറ തുട്ടുകളും അതിലേക്ക് ഇടാറുണ്ട്. അന്ന് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പ്രസാദ ഊട്ട് നടത്താറുള്ളത്. പ്രസാദ ഊട്ടിന് വാതിൽ മാടത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്നു. പ്രദക്ഷിണ വഴിയിൽ വെച്ച് കോന്തിമേനടങ്ങുന്ന അമ്പലത്തിലെ ജീവനക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. പിന്നീടാണ് പുറത്തുള്ള പൊതുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത് പ്രസാദ ഊട്ട് ചിലപ്പോഴൊക്കെ അവർക്ക് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അന്ന് ഭണ്ഡാരം വക വരുമാനമൊക്കെ അന്ന് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കീഴ്ശാന്തിമാർക്ക് അവരുടെ വീട്ടിലേക്കൊന്നും ഭക്ഷണം ഈ പ്രസാദങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അന്ന് ഈ പ്രസാദ ഊട്ട് കഴിക്കുന്ന കുറച്ച് കുട്ടികൾ ആ അമ്പലത്തിന് ചുറ്റുപാടും ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് പ്രസാദ ഊട്ട് കിട്ടാത്ത ദിവസങ്ങളിൽ അവർക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ വിശന്നിരിക്കുന്ന സമയത്ത് അവർ ഈ മഞ്ചാടിക്കുരു വാരും. ആ വാരുന്നതിൻ്റെ കൂടെ തന്നെ അവർ അതിൽ കിടക്കുന്ന ചില്ലറ തുട്ടുകളും ഒക്കെ എടുക്കും. ഭഗവാനോടൊരു 100 പ്രാവശ്യം ക്ഷമ പറഞ്ഞുകൊണ്ടാണ് അവരത് എടുക്കുന്നത്. വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവരത് എടുത്തുകൊണ്ട് പോകുന്നത്. അവരത് എടുത്തുകൊണ്ട് പോയി കദളിപ്പഴം മേടിച്ച് അതിലൊരു പങ്ക് ഭഗവാനും കൊടുക്കുന്നു. അവരുടെ മോക്ഷണത്തിനൊരു കൂട്ടുകാരനായിട്ട് ഭഗവാനെയും കൂടി വിളിക്കുകയാണ്. ഗുരുവായൂരപ്പൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥനായ കൃഷ്ണനും കൂടി അവരുടെ ആ മോഷണത്തിൽ പങ്കുചേരുകയാണ്. ഭഗവാൻ ഇത് ഇഷ്ടമാണ് കേട്ടോ. വിശന്നിരിക്കാതെ അവർ ഭഗവാന്റെ ചില്ലറ എടുത്താണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അതിനൊരു പങ്ക് ഭഗവാനും കൂടി സമർപ്പിച്ചതിന് ശേഷമാണ് അവരിത് കൊണ്ടുപോയി കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പലനാൾ കള്ളം ഒരു നാൾ പിടിയിലെന്നാണല്ലോ. അങ്ങനെ ഇരിക്കെ അവിടെ മേലധികാരിയായിരുന്ന കാക്കക്കൂറൻ പട്ടേരി ഒരു ദിവസം ഇവരുടെ ഈ മോഷണം കണ്ടുപിടിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടുന്നു. കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ? ഇങ്ങനെ അമ്പലം വക പൈസ എടുത്ത് ഇങ്ങനെ മോഷണം ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ എന്തിനാണിത് ചെയ്തത്? നിങ്ങൾക്ക് ഉറപ്പായി ഇതിന് ശിക്ഷ തന്നിരിക്കുമെന്ന് പറയും. അപ്പോഴത്തേക്ക് കുട്ടികൾ പറയും, വിശന്ന് വലഞ്ഞിട്ടാണ് ഞങ്ങളത് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഭഗവാനും കൂടി സമർപ്പിച്ചിട്ടാണ് ഞങ്ങളത് കഴിക്കുന്നത്. ഭഗവാനോട് ഞങ്ങൾ ഒരുപാട് ക്ഷമയും പറയുന്നുണ്ട്. വിശന്ന് വലയും. ഈ ക്ഷേത്രം കിണറ്റിൽ നിന്ന് വെള്ളവും കോരി കുടിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. തൊണ്ട വറ്റി പൊട്ടും. ആ ഒരു സമയത്താണ് ഞങ്ങളത് എടുക്കുന്നത്. ഞങ്ങൾക്ക് ചിലപ്പോൾ പ്രസാദ ഊട്ടൊന്നും കിട്ടാറില്ലല്ലോ. അതുകൊണ്ടാണ് വാതിൽ മാടത്തിൽ വെച്ച ബ്രാഹ്മണർക്കും പ്രദക്ഷിണ വഴിയിൽ വെച്ച് ജീവനക്കാർക്കും ഒക്കെയല്ലേ കൊടുക്കാറുള്ളൂ. ചിലപ്പോൾ ഞങ്ങൾക്ക് പ്രസാദ ഊട്ട് കിട്ടാറില്ല. ആ ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് കോന്തിമേനോൻ വരുന്നു. കോന്തിമേനോൻ സമ്മതിക്കുന്നില്ല. കോന്തിമേനോൻ ഇവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയും. എന്താണ് ശിക്ഷ വിധിക്കുന്നത്? ചുറ്റുമതിലിനുള്ളിൽ 5 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഓടട്ടെ കുട്ടികളെല്ലാവരും കൂടി എന്നാണ് പറയുന്നത്. ശിക്ഷാവിധി കേട്ടപ്പോൾ തന്നെ ആ ശ്രീകോവിലിനകത്ത് നിന്ന് നരസിംഹം മുരളുന്നത് പോലെ മുരളുന്ന ഒരു ഒച്ച മേൽശാന്തി കേൾക്കുകയാണ്. മേൽശാന്തി പെട്ടെന്ന് നട തുറക്കാൻ നോക്കിയിട്ട് നട തുറക്കാൻ പറ്റുന്നില്ല. അപ്പോഴെന്താണ്, ശ്രീകോവിലിന് പുറത്ത് ഒരു കരിനീല കുട്ടൻ ഇങ്ങനെ കൈയൊക്കെ പിണച്ച് കെട്ടി നിൽക്കുകയാണ്. ആ മുഖത്ത് ഭയങ്കര ഗൗരവമാണ്. ഒരു മിന്നായം പോലെ അത് മേൽശാന്തി കാണുന്നുള്ളൂ ഭഗവാനെ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് മേൽശാന്തിക്ക് അത്ഭുതമായി. ഭഗവാനെ കണ്ട ആ ഒരിത് പുറത്തു പോയി എല്ലാവരോടും പറയാൻ വേണ്ടി അത്ഭുതത്തോടെ പുറത്തേക്ക് ഓടി വരികയാണ്.
ഓടി വരുമ്പോഴതാ പുറത്ത് അതിനേക്കാൾ വലിയ അത്ഭുതം നടക്കുന്നു. പ്രദക്ഷിണം ചെയ്ത് കൊച്ചു കുട്ടികൾ ഓടി വരികയാണ്. ആ കുട്ടികളുടെ കൂടെ വിയർത്ത് കുളിച്ച് നനഞ്ഞ് ഓടി വരുന്നത് ആരാണ്? നമ്മുടെ ആ അകത്ത് കണ്ട കരിനീലക്കുട്ടൻ അവരുടെ കൂടെ ഓടി വരികയാണ്, വിയർത്ത് കുളിച്ച് വരികയാണ്. അപ്പോൾ മേൽശാന്തി ഓടി വന്ന് കുട്ടികളുടെ മുന്നിലേക്ക് സാഷ്ടാംഗം നമിക്കും. എന്നിട്ട് പറയും, സമസ്ത അപരാധം പൊറുക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് താഴെ അങ്ങോട്ട് നമസ്കരിച്ച് കിടക്കുകയാണ്. അപ്പോൾ കോന്തിമേനോൻ പറയും, എന്താണ് അങ്ങ് ഈ കാണിക്കുന്നത്? ഈ കുട്ടികളുടെ കാലിൽ വീഴുന്നത് എന്തിനാണിങ്ങനെ? അപ്പോൾ മേൽശാന്തി പറയും, ഒന്ന് നോക്കൂ കോന്തിമേനോൻ, ആ ഓടി വരുന്നത് ആരാണെന്ന് നോക്കൂ എന്ന് പറയും. അപ്പോൾ ഒരു മിന്നായം പോലെ മാത്രമേ കോന്തിമേനോനും ക്ഷേത്രത്തിലെ മറ്റുള്ള ഭരണാധികാരികൾക്കും കാണാൻ കഴിയുന്ന ഒരു മിന്നായം പോലെ ആ കരിനീലക്കുട്ടൻ വിയർത്ത് കുളിച്ച് ഓടി വരുന്നത്. പക്ഷേ അവർക്ക് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനാകുന്നു ഭഗവാൻ. എങ്കിലും പിന്നീട് നമ്മുടെ മേൽശാന്തിക്ക് മാത്രം കാണാൻ കഴിയുന്നു. മേൽശാന്തിയോട് പറയുന്നു, ഇവിടെയെല്ലാം ശരിയായ രീതിയിലാണോ നടക്കുന്നത്? ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ ഇവരുടെയൊക്കെ വിചാരം? എൻ്റെ മുന്നിൽ നടക്കുന്ന വലിയ വലിയ കള്ളത്തരങ്ങൾ കണ്ട് ഇരിക്കുന്ന എനിക്ക് ഈ കൊച്ചു കുട്ടികൾ വിശന്നപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ എടുത്തതാണോ വലിയ തെറ്റ്? അവരെ ശിക്ഷ വിധിക്കാൻ ആര് പറഞ്ഞു? എനിക്ക് എത്ര പ്രിയപ്പെട്ട എൻ്റെ ഭക്തരാണ് ഈ കുട്ടികളെന്നറിയാമോ? അവരെനിക്കും സ്നേഹത്തോടെ അതിൻ്റെ ഒരു പങ്ക് തന്നിട്ടാണ് അവരും കഴിക്കുന്നത്. അതിനേക്കാൾ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരാണ് ആ കൊച്ചുകുട്ടികൾ. അവരെ എന്തിനിങ്ങനെ ശിക്ഷിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. ഇതാ കോന്തിമേനോൻ അവരോട് ഒന്ന് പറയൂ. ഭഗവാൻ പറയുകയാണ് മേൽശാന്തിയോട്. മേൽശാന്തി ഇതെല്ലാം കോന്തിമേനോനോട് പറയുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് കോന്തിമേനോൻ ഭയങ്കരമായിട്ട് പേടിച്ച് ബോധം കെട്ട് അങ്ങോട്ട് വീഴുകയാണ്. പെട്ടെന്ന് ആ ബോധം കെട്ട് വീഴുമ്പോഴും കോന്തിമേനോനും കേൾക്കുകയാണ്, അങ്ങ് എന്തിനാണ് ഇവിടെ ഭരണാധികാരിയായിട്ട് ഇരിക്കുന്നത്? എൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനാണ് അങ്ങേ ഇവിടെ ഭരണാധികാരിയായി നിർത്തിയിരിക്കുന്നത്. എൻ്റെ ഭക്തരെ വേദനിപ്പിച്ചാൽ ഞാൻ സഹിക്കുകയില്ല. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കുട്ടികൾക്കും എന്നും ഭക്ഷണം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഇനി ഒരു കുട്ടി പോലും ഇവിടെ ഒരാൾ പോലും വിശന്നിരിക്കാനായിട്ട് സമ്മതിക്കരുത് എന്ന് കോന്തിമേനോനും കേൾക്കുകയാണ്. അതോടുകൂടി പിന്നീട് കോന്തിമേനോൻ പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷനാകുന്നു. അങ്ങനെ മേൽശാന്തി ഇതെല്ലാം കേൾക്കുകയും ചെയ്യുന്നു. അന്നത്തോടുകൂടി കോന്തിമേനോൻ ഒരു ഭക്തൻ തന്നെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു അഹങ്കാരം ചെറുതായിട്ട് വന്നപ്പോഴത്തേക്കാണ് ഭഗവാൻ ഇങ്ങനെ പ്രവർത്തിച്ചത്. പിന്നീട് എന്നും ഭഗവാന്റെ ഹിതമനുസരിച്ചാണ് അദ്ദേഹം അവിടെ ആ അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം കഴിയുന്നത് വരെ ആ ഒരു ചുറ്റുപാടുമുള്ള എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കഴിച്ചെന്ന് അദ്ദേഹം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം പിന്നീട് നമ്മുടെ ഗുരുവായൂരമ്പലം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കൃഷ്ണാനുഭവം അദ്ദേഹത്തിൻ്റെ ഡയറിക്കുറിപ്പിൽ എഴുതിയിരുന്നതാണ്. അതാണ് പിന്നീട് അദ്ദേഹം കൃഷ്ണാനുഭവമായിട്ട് പറയുന്നത്. ഭഗവാന്റെ ഒരു നല്ല മനോഹരമായൊരു ലീലയായിരുന്നു. ഭഗവാന്റെ ഭക്തരെ സ്നേഹിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ ഒരിക്കലും ഭഗവാൻ അവരെ വെറുതെ വിടത്തില്ലെന്നല്ല, അത് ഭഗവാൻ സഹിക്കില്ല. ഭഗവാൻ എന്നും ഭക്തരുടെ കൂടെ എന്നും ഉണ്ടാകും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.